നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഓർഡിനറി സ്വിംഗ് മെഷീനിൽ എങ്ങനെയാണ് കട്ട് വർക്ക് എംബ്രോയിഡറി ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ട്യൂട്ടോറിയലാണ്. ഇതാണ് നമ്മളുടെ ഡിസൈൻ. തുണി നമ്മൾക്ക് ഹൂപ്പിൽ ഇതുപോലെ ഉറപ്പിക്കണം. നല്ല ടൈറ്റായിട്ട് ഉറപ്പിക്കണം. കണ്ടോ, ഇതുപോലെ. ഇത് കനം കുറഞ്ഞ തുണി ആയതുകൊണ്ട് സാധാരണ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പോലെ ഇതുപോലെ ഒരു പേപ്പർ ഞാൻ അടിയിൽ വെച്ച് തയ്ക്കുന്നുണ്ട്. അത് എംബ്രോയിഡറി പോർഷൻ മാത്രമാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പം അത് നമുക്ക് മാറ്റിക്കളയാം. ഓർഡിനറി സ്വിംഗ് മെഷീനിൽ മെഷീൻ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ചെയ്യുന്ന എല്ലാ മെഷീൻ സെറ്റിങ്സും ഇതിനും ചെയ്യണം. ഞാനതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ മുകളിലുള്ള പോപ്പപ്പിൽ നിങ്ങൾ തൊടുകയാണെങ്കിൽ ആ വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. സിഗ്സാഗ് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. ഓർഡിനറി സ്വിംഗ് മെഷീൻ ആകുമ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നീക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് അല്ലെങ്കിൽ ഈ എംബ്രോയിഡറി ചെയ്തെടുക്കേണ്ടത്. ഈ പൂവിൻ്റെ ഇതളിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു കട്ട് വർക്ക് ചെയ്യാം.
കട്ട് വർക്ക് ചെയ്യാം. ഇത് കുറേ കൂടെ വ്യക്തമായി കാണാം, കാരണം കുറച്ച് വലിയൊരു ഡിസൈനാണ്. ഇതുപോലെ ബോർഡർ റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്യാം. ഇനി ഉൾവശം ഇതുപോലെ കട്ട് ചെയ്യാം. ബോർഡറിനോട് ചേർത്ത് കട്ട് ചെയ്ത് എടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട്, വലിയ കട്ട് വർക്കാണെങ്കിലും ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാവുള്ളൂ. കട്ട് ചെയ്ത് കഴിഞ്ഞു. തയ്ക്കാം. ഇത് സിമ്പിൾ കട്ട് വർക്ക് ആയതുകൊണ്ട് കട്ട് ചെയ്തതിന് ഇടവഴി നമ്മൾ നൂല് ഓടിച്ചതിന് ശേഷം, തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെ കവർ ചെയ്ത് തയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇടയിലൂടെ തയ്ച്ച നൂലിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സൂചി വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് അതിനെ ഭംഗിയാക്കാം. നൂല് ഇളകിപ്പോകാതെ ബോർഡറും കൂടി ഇതുപോലെ അപ്പുറവും ഇപ്പുറവും സൂചി എത്തത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്ത് ഭംഗിയാക്കാം. ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്യാം. 2 പ്രാവശ്യമെങ്കിലും റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തുള്ള കട്ട് വർക്ക് എംബ്രോയിഡറി തുടങ്ങാം. ചെറിയ പീസസ് കട്ട് ചെയ്ത് മാറ്റി അവിടെ സ്റ്റിച്ച് ചെയ്യാം.
ഇത് ഒറ്റ ലെയർ മാത്രം വരുന്ന ഒരു കട്ട് വർക്ക് എംബ്രോയിഡറിയാണ്. അതുകൊണ്ട് ആ ലെയറിനുള്ളിൽ വരുന്ന സ്റ്റിച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബോർഡർ നൂലിളകി പോകാതെയും ഭംഗിയായിരിക്കാനുമായിട്ട് ബോർഡർ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കുകയാണ്. ആദ്യം ഞാനിതെല്ലാം ചെയ്തതിന് ശേഷമാണ് ബോർഡർ കവർ ചെയ്ത് തീർക്കുന്നത്. ഇത് ഈ ഒറ്റ ലെയറിൽ മാത്രമേ നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് നമ്മൾക്ക് ചെയ്തു പോകേണ്ടി വരും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിന് മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.